ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകാൻ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് എടുത്തു. വർക്ക് ഫ്രം ഹോം എടുത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറച്ചു നേരം വർക്കൊക്കെ ചെയ്യും, പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് അങ്ങനെ നടക്കലാണ് പതിവ്. ഞാൻ എന്തായാലും ഈജിയിൽ ഫുഡില്ലാന്ന് കണ്ടപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങുന്നതിന്റെ കൂടെ പൊട്ടറ്റോ വാങ്ങിയായിരുന്നു. ഇന്നത് എടുത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് എന്റെ സൈഡിൽ നിന്ന് നല്ല മുളയൊക്കെ വന്ന് നാശാവാൻ പോവാണെന്ന് തോന്നി. ഇനി അത് വെച്ചാൽ എന്തായാലും ശരിയാവാൻ പോകുന്നില്ല. അപ്പൊ എന്നാ പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഇതിന് മുന്നേ ഞാൻ ഈ സാധനം ഉണ്ടാക്കി എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഞാനായിട്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ലോഗോ ടൈം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നല്ല പൊട്ടാറ്റോ എടുത്ത് കഴുകി നല്ല വൃത്തിക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സൈസിൽ അരിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്നിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. എന്നിട്ടൊരു പാത്രത്തിലെ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ വറ്റിയ ശേഷം ഓയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഇത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്. ഇത് വേറെ രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നന്നായിട്ട് കിട്ടും. എനിക്ക് അത്ര ക്രിസ്പി ആയിട്ടൊന്നും കിട്ടിയില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉപ്പ് ഇത്തിരി കൂടിയോ എന്നൊരു സംശയം. സാരല്ല, നമ്മളല്ലേ കഴിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് ഫ്രഞ്ച് ഫ്രൈസ്. ട്രൈ ചെയ്യാത്തവർക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തേക്കോ, ഇതും കൊള്ളാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.